നമ്മൾ പുതിയൊരു വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ നോക്കുന്നത് അല്ലെ? വളരെ സന്തോഷത്തോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി അതിനെ തുടയ്ക്കുന്നു, മിനുക്കുന്നു, അതിന് സമയാസമയങ്ങളിൽ അത് ഓയിൽ ചേഞ്ച് ചെയ്യുന്നു, പിന്നെ ഫ്യൂൾസ് നിറയ്ക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ശരീരത്തിനെ നമ്മൾ അതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ ഈ ലോകത്തിനെ ഇതുപോലെ പരിചരിച്ചിരുന്നു? നമ്മുടെ അന്തരീക്ഷത്തെയും ജലാശയങ്ങളെയും എല്ലാം നമ്മൾ ഇതുപോലെ നന്നായിട്ടാണ് സൂക്ഷിച്ചിരുന്നത്. പ്രകൃതി പല രീതിയിലും നമുക്ക് വാർണിംഗ് തന്നിരുന്നു, ഗ്ലോബൽ വാർമിംഗ് എന്ന പേരിലൊക്കെ, ചൂട് കൂടുന്നതിനെ കുറിച്ചും. പക്ഷെ നമ്മൾ ആരും അതിന് അത്രയും മൈൻഡില്ല. മറ്റുള്ളവരുടെ കാര്യം വല്ലേ നമ്മൾ വിട്ടുകൊടുക്കുകയാണ് അല്ലേ? പക്ഷെ പ്രകൃതി അങ്ങനെ വിചാരിച്ചില്ല. പ്രകൃതി പിടിമുറുക്കിയിട്ട് നമ്മളെല്ലാവരെയും പാഠം പഠിപ്പിച്ചേ അടങ്ങും എന്നുള്ള ആ ഒരു നല്ല തീരുമാനത്തിലാണ് നൂറ്റാണ്ടുകൾക്കിടയിൽ മാത്രം സംഭവിക്കുന്ന ഇങ്ങനെ ഒരു ക്ലെൻസിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ക്ലീനിങ് പ്രൊസീജിയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മോടും പ്രകൃതി ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങളും സ്വയമായിട്ട് മാറുക, നിങ്ങൾ നിങ്ങളെ അറിയുക, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക, കെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത് അരമണിക്കൂർ വീതം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ ശ്രദ്ധിച്ചുകൊണ്ട് വ്യായാമം ചെയ്യുക. ആ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് ഞാനിവിടെ വീഡിയോസ് ചെയ്യുന്നത്. യോഗ ശരിക്കും ഗുരുമുഖത്ത് നിന്ന് തന്നെ അഭ്യസിക്കേണ്ട ഒരു വിദ്യയാണ്, ഒരറിവാണ്. ആ സമ്പത്ത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിനൊന്നും നിവർത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ എല്ലാവരും ഓൺലൈൻ ക്ലാസ്സുകളിലേക്കും ഓൺലൈൻ യോഗയിലേക്കും ഒക്കെ വന്നിരിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ അങ്ങനെ ഓൺലൈൻ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നു. എങ്കിൽ പോലും നമ്മുടെ ആർക്ക് വേണമെങ്കിലും ഇതുവരെയായിട്ടും ഒരു എക്സർസൈസും ചെയ്യാതെ നടക്കാൻ പോലും പോകാതെ ഒരാൾക്ക് പോലും സിമ്പിളായിട്ട് ഈ യോഗ എങ്ങനെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം, ജീവിതശൈലിയാക്കി മാറ്റാം, ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് അവരുടെ വിചാരങ്ങളെ അല്ലെങ്കിൽ വികാരങ്ങളെയൊക്കെ അടക്കി നിർത്തി അല്ലെങ്കിൽ പരിചരിച്ചും ഒക്കെ മുന്നോട്ട് എങ്ങനെ ശക്തമായ രീതിയിൽ അവരുടെ വ്യക്തിത്വത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും എന്നുള്ളതിലേക്കൊക്കെ നമുക്ക് അടുത്തടുത്ത വീഡിയോസിലൂടെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ വണ്ണമുള്ളൊരു വ്യക്തിയാണ്, ഞാൻ വണ്ണമുള്ള ആളാണ്, വണ്ണമുള്ള വ്യക്തിയാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ യോഗ എനിക്ക് പറ്റിയതല്ല. യോഗ വണ്ണമുള്ളവർക്കുള്ളത് തന്നെയാണ്. കാരണം വണ്ണമുള്ള ആൾക്കാർക്കാണ് അതിൻ്റെ ആ ഒരു സുഖം ഫീൽ ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ? നമ്മളെ കാണുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് നോക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ശരീരഭാരം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണം. ഈ ലോകത്ത് നമ്മൾ ഒരാളെ നമ്മളോട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ലോകത്ത് നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് തെളിവുമായിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നിരിക്കുന്നത് അല്ലേ? നമ്മുടെ കൈവിരൽ നമ്മുടെ തമ്പ് ഇംപ്രഷനിലൂടെ നോക്കിയാൽ അറിയാൻ സാധിക്കും നമ്മളെപ്പോലെ ഈ ലോകത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്തിനാണ് അറിയേണ്ടത്? ഒരാളും ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ പോലും അവർ ഒരാളിൽ നിന്നും തികച്ചും വിഭിന്നമായിരിക്കും മറ്റൊരാളുടെ പ്രകൃതം. പിന്നെ നമ്മളുടെ നമുക്ക് കിട്ടിയ അനുഗ്രഹത്തെ എപ്പോഴും ഓർത്ത് നമുക്ക് കിട്ടിയ ആ സ്ട്രെങ്ത് നമ്മൾ കൂട്ടി കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് സന്തോഷത്തോടുകൂടി ആദ്യമായി നമ്മൾ ചെയ്യുന്നത് കപാലഭാതിയാണ്. അതിനുവേണ്ടി സുഖാസനത്തിലിരിക്കുക. ഭിത്തിയോട് ചേർന്നിരിക്കുന്നതായിരിക്കും തുടക്കക്കാർക്ക് നല്ലത്. നട്ടൽ നിവർന്നിരിക്കുക. ഇതിൽ ചെയ്യുന്നത് ആക്റ്റീവ് എക്സലേഷനും പാസീവ് ഇൻഹലേഷനുമാണ്. അതായത് വയറിനെ ഉള്ളിലേക്ക് വലിച്ചു പിടിച്ച് ശക്തിയിൽ ശ്വാസം പുറത്തേക്ക് വിടുകയും സാവധാനത്തിൽ ശ്വാസം എടുക്കുകയും ചെയ്യുക. ആദ്യമായിട്ട് 2 പ്രാവശ്യം ഡീപ്പ് ബ്രീത്ത് ചെയ്യുക. ശ്വാസം എടുക്കുക സുഖകരമായിട്ട്. ഡീപ്പ് ബ്രീത്ത് 2 മൂക്കിലൂടെ എടുക്കുക. ദീർഘമായി ശ്വാസം എടുക്കുന്നു, സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുന്നു. വീണ്ടും ശ്വാസം എടുക്കുന്നു, സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഇത് ചെയ്യുമ്പോൾ ശരീരം മുഴുവനായും അയച്ചിടേണ്ടതാണ്. നമ്മൾ കണ്ണടച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഞാനിപ്പോൾ കണ്ണ് തുറന്നിട്ടാണ് ചെയ്യുന്നത്. അതായത് ആദ്യം പരിശീലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കണ്ണ് തുറന്ന് തന്നെ ചെയ്യാം. വയറിനെ അകത്തേക്ക് വലിക്കുകയും അകത്തോട്ട് വലിച്ചു പിടിച്ച് ശ്വാസം ശക്തിയിൽ പുറത്തേക്ക് വിടുകയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പമ്പിങ്. 1 2 1 2 എന്ന് പറയുമ്പോഴത്തേക്ക് 1 എന്ന് പറയുമ്പോൾ വയർ അകത്തോട്ട് പോവുക, ശ്വാസം പുറത്തേക്ക് വിടുക. 2 എന്ന് പറയുമ്പോൾ വയർ റിലീസ് ചെയ്യുക, ശ്വാസം തനിയെ അകത്തോട്ട് കയറിക്കോളും. പമ്പിങ് ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശക്തമായ രീതിയിൽ പമ്പ് ചെയ്യുക. അതിലൂടെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് പുറത്തേക്ക് പോവുകയും ശുദ്ധമായ ഓക്സിജൻ അകത്തേക്ക് കയറുകയും ചെയ്യുന്ന പമ്പിങ് ആണ് ഈ കപാലഭാതിയുടെ മെയിൻ ആയിട്ടുള്ള ഭാഗം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് കൈകൾ രണ്ടും ചിന്മുദ്രയിൽ വെക്കുക. എന്നിട്ട് നട്ടൽ നിവർന്നിരിക്കുക. ആ 2 കൈകളും തുടയുടെ മേൽ വിശ്രമിക്കട്ടെ. എന്നിട്ട് ഷോൾഡർ എല്ലാം റിലാക്സ് ചെയ്തിടുക. ഓക്കെ, ശ്വാസമെടുത്ത് തുടങ്ങുകയാണ്. ഇരുമൂക്കുകളുടെയും സാവധാനം ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കുമ്പോൾ വയറിലും നെഞ്ചിലും ഷോൾഡറൊക്കെ നിറയുന്നൊരു ഫീൽ തരണം. ഇൻഹേൽ, എക്സേൽ, inhale, exhale, inhale and begin pumping. Exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale. 1 2 1 2 1 2 1 2 1 2 1 2
1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. Exhale completely. Inhale, exhale, inhale, exhale, inhale. എടുത്ത ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. അവരവരുടെ യഥാശക്തി പിടിച്ചു നിർത്തുക. ആ സമയം കണ്ണുകളിലെ പിരികങ്ങൾക്കിടയിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവന്ന് നല്ലൊരു പോസിറ്റീവ് ചിന്ത മനസ്സിൽ കൊടുക്കാവുന്നതാണ്. സാവധാനം സ്ലോലി എക്സേൽ. വീണ്ടും ശ്വാസം എടുക്കുക. ഇൻഹേൽ, എക്സേൽ. ഇതാണ് ഒരു റൗണ്ട് കപാലഭാതി. ഇങ്ങനെ ഒരു ദിവസം 3 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നമ്മുടെ ബോഡിയിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് പുറത്തേക്ക് പോവുകയും ശരീരത്തിൻ്റെ വയറിലെ മസിലുകൾക്കും വയറിനുള്ളിലുള്ള ആന്തരികമായ എല്ലാ ഗ്രന്ഥികൾക്കും എല്ലാ അവയവങ്ങൾക്കും നല്ലൊരു ഉഴിച്ചിൽ ലഭിക്കുകയും അതിലൂടെ തന്നെ ശരീരം മുഴുവനായിട്ടും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുകയും ചെയ്യുന്നതാണ്. വയറിൻ്റെ ഭാഗത്തുള്ള കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കുവാനും വയറിൻ്റെ ചുറ്റുമുള്ള വണ്ണം കുറയ്ക്കുവാനുമൊക്കെ ഇത് എപ്പോഴും ചെയ്യുന്നത് നല്ലതായിരിക്കും. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ വയറിൻ്റെ പമ്പിങ് ചെയ്യുവാണെങ്കിൽ വയറിന് ചുറ്റുമുള്ള കൊഴുപ്പടിയുന്നത് ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കുന്നതാണ്. അടുത്തതായി കഴുത്തിനുള്ള എക്സർസൈസാണ്. ആദ്യമേ താടി മുന്നോട്ട് നെഞ്ചിൽ മുട്ടുന്നത്രയും മുന്നോട്ട് കുനിക്കുക, പതിയെ പുറകോട്ട് ചലിക്കുക. ഇതെല്ലാം സാവധാനം ചെയ്യേണ്ടതാണ്. കഴുത്തിനെ മുൻപോട്ടും പുറകോട്ടും ചലിപ്പിച്ചു. അതുപോലെ സൈഡിലേക്ക് വശങ്ങളിലേക്ക് ചലിക്കുക, വലത്തോട്ടും ഇടത്തോട്ടും ചലിക്കുക. പിന്നീട് ടേൺ ചെയ്യുക, വലത്തോട്ട് മാക്സിമം ഇടത്തോട്ട് മാക്സിമം. അതും 3 പ്രാവശ്യം ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു.